الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കണേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അള്ളാഹുവിനെ അനുസരിച്ചും പ്രവാചകനെ സ്നേഹിച്ചും ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ട്രിനിറ്റി കോളേജിലെ അംഗമായ ബോസ്വെത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ഇസ്ലാമിനെ കുറിച്ചും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുമുള്ള ചില വാചകങ്ങളുണ്ട്. ഇസ്ലാം, അതിൻ്റെ ചരിത്രം സ്പഷ്ടമാണ്, അവ്യക്തതകളൊന്നുമില്ല. ശരിയായ ചരിത്രം മനുഷ്യകരങ്ങളിലുണ്ട്. ലൂതറുടെയും മിൽട്ടന്റെയും കാര്യങ്ങൾ അറിയുന്നത് പോലെ തന്നെ അവർക്ക് മുഹമ്മദിന്റെ ചരിത്രവും അറിയാവുന്നതാണ്. പൂർവകാലത്തുള്ള ചരിത്രകാരന്മാർ മുഹമ്മദിനെ കുറിച്ച് എഴുതിയ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയതിൽ നിനക്ക് ഊഹങ്ങളോ കെട്ടുകഥകളോ കാണാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഊഹങ്ങളൊന്നുമില്ലാത്ത സ്പഷ്ടമായ ചരിത്രത്തിൽ തെളിഞ്ഞ രൂപത്തിൽ എഴുതപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഴുക്കുത്തുകളില്ലാത്ത യാഥാർത്ഥ്യപരമായ ഒരു ജീവിതം. പക്ഷേ ആ പുഴുക്കുത്തുകളൊന്നുമില്ലാത്ത ചരിത്രത്തിൽ തെളിഞ്ഞ ലിപികളാൽ എഴുതപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകൻ എന്ന വ്യക്തി പലപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ആക്രമണം രണ്ട് ടീമിൽ നിന്നാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രവാചകന്റെയും ശത്രുക്കളിൽ നിന്നാണ്. അതൊരു പക്ഷേ
അത് ശത്രുതയിൽ നിന്ന് മുളച്ചു വന്ന മനഃപൂർവ്വമുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ തെറ്റുദ്ധാരണയിൽ നിന്നുള്ളതായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഒരു ടീം പലപ്പോഴും പ്രവാചകന്റെ ആളുകൾ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ നിന്ന് തന്നെയാണ് അള്ളാന്റെ റസൂല് പല സന്ദർഭങ്ങളിലും പല കാലഘട്ടങ്ങളിലും തുടർച്ചയായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തേ അള്ളാന്റെ റസൂലിന്റെ ആളുകൾ തന്നെ പ്രവാചകനെ ആക്രമിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പിൻപറ്റുന്നതിൽ പരാജയപ്പെട്ടതാണ് അതിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്തതാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. ഈ ഒരു ആയത്തിന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടതാണ് അള്ളാന്റെ റസൂലിനെ ആക്രമിക്കാൻ അനുയായികൾ തന്നെ മുതിരുന്നു എന്നുള്ള ഒരു കാരണം. എന്താണ് ആയത്തിന്റെ അർത്ഥം? അള്ളാന്റെ റസൂല് കൊണ്ടുവന്നതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയേക്കണം, അള്ളാന്റെ റസൂല് വിരോധിച്ചതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കണം എന്ന ഇത്തിബാഉർ റസൂൽ, അള്ളാന്റെ റസൂലിനെ പിൻഗമിക്കുക, അള്ളാന്റെ റസൂലിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പ്രവാചകനെ പിന്നാലെ കൂടുക എന്നുള്ള ഇത്തിബാഇൽ നിന്ന് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവർ തന്നെ വിട്ടുനിന്നു, അറിയാതെ പോയി മാറി സഞ്ചരിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എങ്കിൽ കൂട്ടരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ അനുധാവനം ചെയ്യാൻ പലപ്പോഴും മുസ്ലിങ്ങൾക്ക് തന്നെ തടസ്സമാകുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുതുബയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അള്ളാന്റെ റസൂലിനെ മനസ്സറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആരും ആക്രമിക്കില്ല. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നമുക്കറിയാം. കാരണം അത്രയേറെ അള്ളാന്റെ റസൂലിനെ നെഞ്ചോട് ചേർത്തു വെക്കുന്നവരാണ് മുസ്ലിം സമുദായം. ഇനി കേവലം അവൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊന്നും പാലിക്കുന്നില്ല എങ്കിലും ഒരു മുസ്ലിം നാമധാരി പോലും അള്ളാന്റെ റസൂലിനെ ഒരിക്കലും ആക്രമിക്കാൻ തയ്യാറാകില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ എന്തേ ഇങ്ങനൊരു ആക്രമണം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ 4 കാരണങ്ങളാണ് അതിനുള്ളത്. കാരണം അള്ളാന്റെ റസൂലിനെ അനുധാവനം ചെയ്യാൻ ചില തടസ്സങ്ങളുണ്ട് എന്നാണ്. അതിൽ ഒന്നാമത്തെ തടസ്സം പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറിവില്ലായ്മയാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങളെ, അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുനിൽ ഖാമിസ ഫതഹ്ലക. വല്ലാത്തൊരു വാചകമാണത്. ഒന്നുകിൽ കുൻ ആലിമൻ, നീ ഒരു പണ്ഡിതനാകണം, ആലിം എന്ന ദറജയിലേക്ക് നീ ഉയർന്നു നിൽക്കണം. രണ്ടാമത്തേത് ഔ മുതഅല്ലിമൻ, അതല്ലെങ്കിൽ നീ ഒരു പഠിതാവണം, ഒരു വിദ്യാർത്ഥിയാവണം. അതുമല്ല എങ്കിൽ ഔ മുസ്തമിഅൻ, നീ നല്ലൊരു ശ്രദ്ധിച്ച് കേൾക്കുന്ന, മതം കേൾക്കുന്ന ഒരു വ്യക്തിയാവണം. അതിനും നിനക്ക് സാധിച്ചില്ലേ, ഔ മുഹിബ്ബൻ, ഇൽമിനോടുള്ള മുഹബ്ബത്ത് നിനക്ക് ഉണ്ടാവണം, നീ ഒരു മുഹിബ്ബിയാകണം. എന്നാലോ ഈ 4 അല്ലാത്തൊരു 5ാമത് നീ ആകരുത്. കാരണം വലാ തകുനിൽ ഖാമിസ ഫതഹ്ലക, 5ാമത്തെ ഒരാളായി നീ മാറിയാൽ നീ നശിച്ചു പോകും എന്ന അബൂദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടരെ, ഇൽമുള്ള ആലിമാവുക എന്നുള്ളതാണ് ഒന്ന്. ഒരുപക്ഷെ അത് സാധിച്ചോളന്നില്ല എല്ലാവർക്കും. എങ്കിൽ രണ്ടാമത്തെ നിങ്ങളൊരു പഠിതാവണമെന്ന, അത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ നീ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുന്ന, മതം കേൾക്കുന്ന ഒരു വ്യക്തിയാവണം. അതിനും നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് വല്ലാത്തൊരു മഹബ്ബത്ത് തന്റെ ദീനിനോട്, ദീനി വിജ്ഞാനങ്ങളോട് ഉണ്ടാവണം. ഇല്ലാത്തവനാണ് എങ്കിൽ നീ നശിക്കും കേട്ടോ എന്നൊരു ധ്വനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് പ്രവാചകനെ ഇത്തിബാഉ ചെയ്യുന്നതിൽ അറിവില്ലായ്മ തടസ്സമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ സമകാലിക സംഭവങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ മഹല്ലിലേക്കും നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്കും നമ്മുടെ സമീപത്തെ പള്ളികളിലേക്കും നമ്മുടെ കുടുംബത്തിന്റെ അകത്തേക്കും നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സ്നേഹപ്പെട്ട ആളുകളിലേക്കും നമ്മളൊന്ന് തിരിച്ചു വരാം. എന്തുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തെ ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇത്തിബാ ഇല്ലാത്തത് കൊണ്ടാ. എന്താ ഇത്തിബാ ഇല്ലാത്തത്? അവർക്ക് ഈ ആഘോഷത്തിന് പലപ്പോഴും അറിവില്ലായ്മയാണ് അവരുടെ
അടിസ്ഥാനം എന്നാണ്. റബിയുൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. 3 സംഭവങ്ങളാണ് റബിയുൽ അവ്വൽ മാസത്തിലുള്ളത്. ഒന്ന്, നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നത് പോലെ അള്ളാന്റെ റസൂലിന്റെ വിലാദത്ത് തന്നെയാണ്, ജന്മം തന്നെയാണ്. ചരിത്രങ്ങളിലും പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ മാസങ്ങളിലൊക്കെ അപൂർവമായി ഉണ്ടെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അള്ളാന്റെ റസൂൽ റബിയുൽ അവ്വൽ തന്നെയാണ് എന്നാണ്. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂല് മക്കയിൽ നിന്നും മദീനയിലേക്ക് പറിച്ച് നടപ്പെട്ട ഹിജറ എന്ന തുല്യതയില്ലാത്ത ഇസ്ലാമിക പാഠങ്ങളിലെ ചരിത്രങ്ങളിലെ അടിസ്ഥാനമാകുന്ന ഹിജറ നടന്നത് റബിയുൽ അവ്വൽ മാസത്തിലാണ്. അള്ളാന്റെ റസൂലും കളിക്കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി അതേ വേദനാജനകമായ പലായനം നടത്തിയ മാസം റബിയുൽ അവ്വൽ മാസമാണ്. മൂന്നാമത്തേത് അള്ളാന്റെ റസൂലിന്റെ വഫാത്തായിരുന്നു. മദീന കരഞ്ഞ പ്രവാചകന്റെ പത്നിമാർ വല്ലാത്ത ദുഃഖിച്ച, പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാബത്തിന് സഹിക്കാൻ കഴിയാതെ വന്ന ആ ദുരന്തം സംഭവിച്ച മാസം കൂടിയായിരുന്നു റബിയുൽ അവ്വൽ മാസം. എന്നാൽ കൂട്ടരെ, ഈ 3 സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ എന്തേ റബിയുൽ അവ്വൽ മാസം വരുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തെ കുറിച്ച് മാത്രം നമ്മുടെ നാട്ടുകാർ കേട്ടുപോകുന്നു? മറ്റു 2 എണ്ണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാതെ പോയതെന്താ? ഈ 3 എണ്ണം ചരിത്രത്തിൽ ഉണ്ട് എങ്കിൽ സ്വഹാബത്തിന് റബിയുൽ അവ്വൽ മാസം വരുമ്പോൾ ഓർമ്മ വരുന്നത് ഏതാണെന്നറിയോ? ഓർമ്മ വരുന്നത്, അവർക്ക് കൂടുതൽ ഓർമ്മ വന്നിരുന്നത് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ വഫാത്തായിരുന്നു എന്ന. നമ്മുടെ നാട്ടുകാർക്ക് അത് വിപരീതമാകുന്നത് എന്തോ ഒരു വിരോധാഭാസം അതിലുണ്ട് എന്നെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നോക്കൂ നിങ്ങൾ, റബിയുൽ അവ്വൽ ചരിത്രത്തിലെ റബിയുൽ അവ്വലിലെ 12, 13, 14 വേദനാജനകമായ ചില രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കളിക്കൂട്ടുകാരൻ അബൂബക്കർ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ തലേ ദിവസം റസൂലുള്ളാഹിയോട് പെർമിഷൻ വാങ്ങി തന്റെ 2ാമത്തെ ഭാര്യയുടെ അടുത്തേക്ക് കുറച്ച് ദീർഘമായി യാത്ര ചെയ്യേണ്ട തന്റെ 2ാമത്തെ ഭാര്യയുടെ അടുത്തേക്ക് പ്രവാചകനിൽ നിന്നും സമ്മതം വാങ്ങിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ വഫാത്താകുമ്പോൾ വിവരം കിട്ടിയ ഉടനെ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉമറിന്റെ ചരിത്രം നമ്മൾ അവിടെ കേട്ടിട്ടുണ്ട്. അവിടെ പ്രവാചകന്റെ പത്നിമാരുണ്ടായിരുന്നു, പ്രവാചകന്റെ സന്താനങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനെ? അക്ഷരാർത്ഥത്തിൽ അതേ ഈന്തപ്പനകളും മദീനയുടെ തെരുവീതികൾ വരെ ദുഃഖാർത്തരായി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾക്കറിയുമോ, അങ്ങനെ പ്രവാചകന്റെ മൃതശരീരം ഖബറിലേക്ക് വെച്ചതിന് ശേഷം അബൂബക്കറും ഉമറും കൂടി ഒരു ചർച്ചയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് ശാന്തനായിരിക്കുകയാണ്. ആ ചർച്ചയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു: അല്ല ഉമർ, ഉമ്മു ഐമൻ എവിടെ? കാണുന്നില്ലല്ലോ എന്നാണ്. ആരാണ് ഉമ്മു ഐമൻ എന്നറിയാമോ? പ്രവാചകന്റെ ജീവിതത്തിലെ മുച്ചൂടുമുണ്ടായിരുന്ന ഒരു സ്വഹാബി വനിതയായിരുന്നു. ഒരു വേള പ്രവാചകന്റെ വളർത്തുമ്മയായിരുന്നു. പ്രവാചകന്റെ ഉമ്മ മരിക്കുമ്പോൾ കൂടെ ഉണ്ടായത് മുതൽ, പ്രവാചകന്റെ ഉമ്മ മരിക്കുന്ന 6ാമത്തെ വയസ്സ് മുതൽ പ്രവാചകന്റെ വഫാത്ത് വരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉമ്മു ഐമനെ കാണാനില്ലല്ലോ. പ്രവാചകൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉമ്മു ഐമന്റെ വളർത്തുമ്മയുടെ അടുക്കൽ ചെന്ന് തീരുമാനങ്ങൾ അറിയിച്ച് അതിൽ ചില നീക്കുപോക്കുകൾ വരുത്താറുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രവാചകനോട് ഏറെ ചേർന്ന് നിന്ന ഉമ്മു ഐമനായിരിക്കാം ഒരു വേള പ്രവാചകന്റെ വിയോഗത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടമെന്ന് തിരിച്ചറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. 1ഉം 2ഉം ദിവസം പിന്നിട്ടിട്ടും ഉമ്മു ഐമന്റെ കവിൾത്തടത്തിൽ നിന്ന് ആ ചാലിട്ടൊഴുകുന്ന നീര് വറ്റാതെ കാണുമ്പോൾ അബൂബക്കറും ഉമറും ചോദിക്കുന്നുണ്ട്, അല്ല ഉമ്മു ഐമൻ, എന്തിനാ താങ്കൾ കരയുന്നത്? അള്ളാന്റെ റസൂല് ഏറ്റവും നല്ല ഖൈറിലേക്കല്ലേ പോയിട്ടുള്ളത്? അവിടെ ഉമ്മു ഐമൻ നൽകുന്ന ഒരു മറുപടി, ഇന്നനി ലഅഅലമു അന്നമാ ഇൻദല്ലാഹി ഖൈറൻ ലിറസൂലിഹി. അള്ളാന്റെ റസൂല് ചെന്നിട്ടുള്ളത് ഏറ്റവും ഖൈറായിട്ടുള്ള അള്ളാന്റെ അടുക്കലേക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ കരയുന്നത് എന്തിനാണെന്നോ? ലിഅന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ. ആകാശ ലോകത്ത് നിന്ന് അങ്ങ് ഭൂമിയിലേക്ക് ഇറക്കുന്ന വഹ്യുണ്ടല്ലോ, അത് നിലച്ചുവല്ലോ. ഇനി ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുമായുള്ള ഒരു ബന്ധം ദുനിയാവിന് ഇല്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂടെ അബൂബക്കറും ഉമറും കരഞ്ഞുവെന്ന് റബിയുൽ അവ്വലിന്റെ ചരിത്രം വായിക്കും. അവ്വലിലെ 12, 13, 14 ദിനരാത്രങ്ങളിലെ ചരിത്രം വായിക്കുമ്പോഴും
വാർന്നൊലിക്കുന്ന കണ്ണുനീരിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. കൂട്ടരെ, പിന്നെ എന്തേ നമ്മുടെ നാട്ടുകാർക്ക്, അതാ ഞാൻ പറഞ്ഞത്, പലപ്പോഴും അറിവില്ലായ്മയാണ് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ആരാണിത് തുടങ്ങിവെച്ചത്? 300-ന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അതാരാ? ഇസ്ലാമിനോട് ഇഷ്ടമുള്ളവരാണോ? ഇസ്ലാമിനെ വളർത്താൻ ഉദ്ദേശിച്ചവരാണോ? മുസ്ലിമീങ്ങളെ സ്നേഹിച്ചവരാണോ? അല്ല കൂട്ടരെ, ഉബൈദിയാക്കൾ എന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു അത്. തനാസമയം ഇസ്ലാമിനെ പൊളിക്കാൻ നോക്കി നടക്കുന്ന, തക്കം പാത്ത് നടക്കുന്ന ഉബൈദിയാക്കളാണ് അതിന്റെ തുടക്കക്കാർ. ഏത് 3-ാം നൂറ്റാണ്ടിൽ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ ക്രൂരന്മാരായിരുന്നു. അഹ്ലുസുന്നയുടെ ആളുകളെ ക്രൂരമായി നേരിട്ടവരായിരുന്നു അവർ. മാത്രമല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ എല്ലാ സമയത്തും മുമ്പേ നടന്നവരായിരുന്നു ഉബൈദിയാക്കൾ. അവരുടെ കാലശേഷം 5-ലും 6-ലും അതാരും തുടർത്തിയില്ല എന്ന ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജന്മദിനാഘോഷം, പ്രവാചകന്റെ ജന്മദിനാഘോഷം 5-ലും 6-ലും തുടർന്നത് കാണുന്നില്ല. പിന്നെ 6-ാം നൂറ്റാണ്ടിന് ശേഷം 7-ാം നൂറ്റാണ്ടിൽ 600-ന് ശേഷം പിന്നെ അത് ഏറ്റെടുക്കുന്നത് നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ മുളഫർ രാജാവിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ഇസ്ലാമിനോടുള്ള മഹബത്ത് കൊണ്ടൊന്നും അല്ല എന്ന് ചരിത്രം വായിക്കുന്ന നമുക്കറിയാം. അതുകൊണ്ടാ പറഞ്ഞത് കൂട്ടരെ, ആ ഇസ്ലാമിനെ പൊളിക്കാൻ ഇറങ്ങിയ ആളുകൾ തുടങ്ങി വെച്ചത് നമ്മുടെ നാട്ടുകാർ തുടരുമ്പോൾ നമ്മൾ എന്താ അതെന്ന് മനസ്സിലാക്കേണ്ടത്. അവർക്ക് റസൂലുള്ളാഹിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ദീനിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവർ ദീനിനെ പൊളിക്കാൻ ഇറങ്ങിയവരല്ല, മറിച്ചെന്തേ അവർക്കറിയാതെ പോയി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തിബാഉർ റസൂൽ, പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ തടസ്സം അറിവില്ലായ്മയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ബാലപാഠം മദ്രസയിൽ നമ്മളൊക്കെ പഠിച്ചതും എവിടെയാ കൂട്ടരെ? അവിടെ എങ്ങാനും നമ്മുടെ ഓർമ്മയിൽ ഈദിന്റെയും പെരുന്നാളിന്റെയും ഫളായിലുകൾ പഠിച്ചെടുത്ത് നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ച അതേ മദ്രസ തന്നെയല്ലേ? അവിടെ എങ്ങാനും ഒരു ഫളായിൽ അള്ളാന്റെ റസൂൽ ജനിച്ച ദിവസത്തിന് ഉണ്ട്. ഏത് തിങ്കൾ ദിവസത്തിന് റസൂലുള്ള നോമ്പെടുത്ത ഫളായിൽ പറയുന്നുണ്ട്. അല്ലാത്ത ഈ രൂപത്തിലുള്ള ഫളായിലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഒന്ന് നമ്മൾ അറിയുക, ഇസ്ലാം പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിൽ മുസ്ലിങ്ങൾക്ക് സംഭവിക്കുന്ന തടസ്സത്തിൽ ഒന്നാമത്തെ കാരണം അറിവില്ലായ്മയാണ്. രണ്ടാമത്തേത് കൂട്ടരെ ഹവയാണ്, ദേഹേച്ഛയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം എന്ന ആ ഒരു സ്വന്തം കാര്യം നോക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ തടസ്സം. നോക്കൂ നിങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തന്നോടൊപ്പം നിൽക്കുന്ന സഖാക്കളോട് അദ്ദേഹം പറയണം, അൻതും ഫീ സമാൻ യഖൂദുൽ ഹഖുൽ ഹവാ. നിങ്ങൾ ഇപ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ സത്യത്തെ ഇച്ഛ പിൻപറ്റുന്ന കാലമാണ്. എന്നാൽ വസയഅതി സമാൻ, ഒരു കാലം വരാനുണ്ട്, യഖൂദുൽ ഹവാ അൽ ഹഖ്, അന്ന് ഹവയെ ഹക്കാണ് പിൻപറ്റുക എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇന്നതല്ലേ യാഥാർത്ഥ്യം? ഇച്ഛയെ സത്യം പിൻപറ്റുന്നു എന്നുള്ള വല്ലാത്ത തകിടം മറഞ്ഞൊരു കാലഘട്ടമാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സലാസുൻ മുഹ്ലികാത്തുൻ സലാസുൻ മുനജ്ജിയാത്തുൻ സലാസുൻ കഫാറാത്തുൻ വസലാസുൻ ദറജാത്തുൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, 3 നാശങ്ങളുണ്ട്, 3 രക്ഷകളുണ്ട്, 3 ദറജകളുണ്ട്, 3 പ്രായശ്ചിത്തങ്ങളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഅമ്മൽ മുഹ്ലികാത്ത്, 3 നാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഫശുഹുൻ മുത്വാഉൻ, അനുസരിക്കപ്പെടുന്ന പിശുക്കാണ്, അത് നാശമാണ്. രണ്ടാമത്തേത് വഹവൻ മുത്തബഅൻ, അതെ പിൻപറ്റപ്പെടുന്ന ഇച്ഛകളാണ്. മൂന്നാമത്തേത് വഇജാബുൽ മർഇ ബിനഫ്സിഹി, സ്വന്തത്തോട് ഉജ്ബ് തോന്നലാണ്, ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നലാണ്. ഈ 3 നാശമാണ് എന്ന അതിൽ രണ്ടാമത്തേത് റസൂലുള്ള എണ്ണിയത് പിൻപറ്റപ്പെടുന്ന ഇച്ഛകളെയാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ വൽ അഹ്വാ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ ശരണം തേടുന്നു എന്തിൽ നിന്നൊക്കെ? ചീത്ത സ്വഭാവത്തിൽ നിന്ന്, ചീത്ത പ്രവൃത്തികളിൽ നിന്ന്, ചീത്തയായ ഇച്ഛകളിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂട്ടരെ, ഇത് വളരെ എളുപ്പമായി നമുക്ക് മനസ്സിലാവും, വളരെ എളുപ്പമായി നമ്മൾ മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മൾ കളവ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കളവ് പറയാൻ പാടില്ല. പക്ഷെ നമ്മളെ ഇച്ഛ നമ്മളെ കളവിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒന്നിന് മാത്രം പോകുന്ന പെൺകുട്ടി, അവൾ പാൻസ് ധരിച്ച്
ഇറങ്ങിപ്പോകുന്നു, ആണുങ്ങളുടെ വസ്ത്രം ധരിച്ച് ഇറങ്ങിപ്പോകുന്നു. നമ്മൾ എന്തേ അതിന് ഒരു തിരുത്ത് നടത്താത്തത്? നമ്മുടെ ഇച്ഛ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നോക്കൂ നിങ്ങള്, രാവിലെ സുബഹിക്ക് വരാവന്റെ ഈ ഉദാഹരണം എന്താ? ഉറക്കത്തിന്റെ കാരണം നമ്മുടെ ഇച്ഛയാണ്. പക്ഷേ പ്രമാണം എന്താ? സുബഹി പോയി നിസ്കരിക്കണം എന്നുള്ളതാ. പക്ഷേ സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിനെത്താതെ നമ്മളെ കിടത്തി ഉറക്കുന്നത് എന്താ? നമ്മുടെ ഇച്ഛ തന്നെയാണ് കൂട്ടരെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ധരിക്കണമെന്ന പ്രമാണം, ഔറത്ത് മറക്കണമെന്ന പ്രമാണം, മാറിടത്തിലൂടെ താഴ്ത്തിയിടണമെന്ന പ്രമാണം, ആ പ്രമാണത്തെ മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഹവ. ആ ഹവ അള്ളാന്റെ റസൂലിനെ പിൻപറ്റുന്നതിൽ രണ്ടാമത്തതാണ് തടസ്സമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഹവയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്താണെന്നറിയോ? മൂന്നാമത്തേത് അള്ളാന്റെ റസൂലിന്റെ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകിയാൽ അവിടെയും ഇത്തിബാഉ സുന്ന, ഇത്തിബാഉ റസൂലിന് തടസ്സമാണ് എന്നാണ്. ബുദ്ധിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ, ഉലുൽ അൽബാബ് അകക്കാമ്പുള്ളവർ എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം ബുദ്ധിക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യന്മാരുടെയും ബുദ്ധിയല്ല ഇസ്ലാം എന്നാണ് നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങളെ, അള്ളാന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചു തന്നത് ഒരാൾ വിശ്വാസിയാകാനുള്ള അടിസ്ഥാനപരമായ മാനദണ്ഡം എന്താണെന്നറിയോ? യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കലാണ്. അദൃശ്യത്തിൽ വിശ്വസിക്കലാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ കൂട്ടരെ, ഇവിടെ നമ്മളോടൊപ്പം ഇരുന്ന് മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതി വെക്കുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരാ ഇവിടെ ഫസ്റ്റ് വന്നത്, മിമ്പറിലേക്ക് ഖത്തീബ് കയറിയിട്ട് ആരാ കയറി വന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പാടാക്കിയ മലക്കുകൾ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ കണ്ടതുകൊണ്ടാണോ? ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുമോ? അത് ഇല്ല. അത് ആര് പറഞ്ഞത് കൊണ്ടാ? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് കൊണ്ടാ. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലിയില്ല എങ്കിൽ പിശാച് കൂടെയുണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ഉരുവിട്ടില്ല എങ്കിൽ ഒപ്പം ഇരുന്ന് പിശാച് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ കൂട്ടരെ? പ്രമാണത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ പല നിലക്ക് വ്യാഖ്യാനിച്ചാൽ പലപ്പോഴും ഇത്തിബാഉ റസൂല് സംഭവിക്കുക സാധ്യമല്ല, അവിടെ തടസ്സമുണ്ടാവും. അതുകൊണ്ട് പലപ്പോഴും പണ്ഡിതന്മാർ എഴുതി വെച്ചതുപോലെ ഇന്ന് കേൾക്കുന്ന ചില ഹദീസുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലെടുക്കേണ്ട തീരുമാനം എന്താണെന്നറിയോ? ഇത് വഹിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം അതിനെ പുൽകാനുള്ള ഒരു കാലം, ഒരു നാളെ വരാനുണ്ട്. കാരണം സയൻസ് ഇനിയും വികസിക്കാനുണ്ട്, ലോകം ഇനിയും വികസിക്കാനുണ്ട്. പക്ഷേ കാലങ്ങൾക്ക് അതീതനായ അള്ളാഹുവിൽ നിന്നാണ് വഹിയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പണ്ഡിതന്മാർ എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖിളർ നബിയുടെയും ചരിത്രം വായിച്ചാൽ പലപ്പോഴും ബുദ്ധിക്ക് അത് യോജിച്ചോളണമെന്നില്ല. അപ്പോൾ അതിനർത്ഥം അത് നമ്മുടെ ബുദ്ധിയുടെ കുറവാണ് എന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ മതത്തിന്റെ വിഷയങ്ങൾ അതിനനുസരിച്ച് സ്വീകരിക്കാനും തള്ളാനും നിന്നാൽ അള്ളാന്റെ റസൂലിനെ അനുധാവനം ചെയ്യാൻ അതൊരു തടസ്സമാകും എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നാലാമത്തേത് അള്ളാന്റെ റസൂലിനെ അനുധാവനം ചെയ്യാനുള്ള തടസ്സം എന്താണെന്നറിയോ? പ്രമാണങ്ങളെക്കാൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകും. നോക്കൂ നിങ്ങളെ, മുൻഗാമികളെയും ഇന്ന് ജീവിച്ചിരിക്കുന്നവരെയും വഴികേടിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. ഖുർആൻ പറഞ്ഞു, വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇല റസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും വരൂ എന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടാൽ ഖാലു, അവർ പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളെ ബാപ്പാരും ഞങ്ങളെ പിതാക്കന്മാരും ഞങ്ങളെ പൂർവ്വ പിതാക്കന്മാരും കാണിച്ചു തന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവര് ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ഞങ്ങൾ അതിൽ പിന്തുടർന്നു കൊള്ളാം എന്നവർ പറഞ്ഞേക്കുമെന്നാണ്. നോക്കൂ നിങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിലെ പല ആളുകളെയും നശിപ്പിക്കാൻ കാരണമായ ഒരു വാദമായിരുന്നു, ഒരു നിലപാടായിരുന്നു. ഇന്നും ഞങ്ങളുടെ കാക്കക്കാരനവന്മാർ ചെയ്തതുപോലെയാണ് ചെയ്യുതെന്നതും പറയുന്നവർ അനുസരിക്കേണ്ടതും അതേ ഉൾക്കൊള്ളേണ്ടതും ഈ ഒരു വാചകമാണ് എന്നാണ്. കാരണം ആര് പറഞ്ഞാലും ശരി, പ്രമാണം അതിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രമാണമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രമാണത്തിൽ എന്താണോ ഉള്ളത് അതാണ് സ്വീകരിക്കേണ്ടത്. ഇനി മാത്രല്ല കൂട്ടരെ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, ഞങ്ങളെ കാരണവന്മാരിലേക്കാണ് മടക്കുന്നതെന്ന് പറഞ്ഞാൽ ദീനിലെ കാരണവന്മാരാരാ? ദീനിലെ പൂർവ്വ പിതാക്കന്മാരാരാ? അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികളല്ലേ?
അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികളല്ലേ. പൂർവ്വ പിതാക്കൾ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിഷയത്തിലാരാ? അള്ളാന്റെ റസൂലിനോടൊപ്പം ജീവിച്ച ആളുകളാ. അവരെയാണല്ലോ അള്ളാഹ് തിരഞ്ഞെടുത്തത് പ്രവാചകനോടൊപ്പം ജീവിക്കാൻ. അവർക്ക് പ്രത്യേകം അള്ളാഹു പോരിശയാക്കി നൽകിയിട്ടുണ്ടല്ലോ. നന്മയിൽ മുന്നേറിയവരാണവർ. ചെറിയ നന്മകൾക്ക് പോലും വലിയ പ്രാധാന്യം കൽപ്പിച്ചവരാണവർ. അതുകൊണ്ട് തന്നെ അവരാരും എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നത് പോലെ ചെയ്യപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയോ, അള്ളാന്റെ റസൂല് വഫാത്താകുന്നത് ഹിജ്റ 11-ലാണ്. എന്നാൽ പ്രവാചകന്റെ അവസാനത്തെ സ്വഹാബി ലോകത്ത് നിന്ന് വിട പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് ഹിജ്റ 110-ലാണ്. ഹിജ്റ 110-ൽ അള്ളാന്റെ റസൂല് വഫാത്താകുന്നത് ഹിജ്റ 11-ലാണ്. അവസാനത്തെ സ്വഹാബി ലോകത്ത് നിന്ന് വിട പറയുന്നത് 110-ലാണ്. എങ്കിൽ കൂട്ടരെ, ആ സ്വഹാബിക്കിൽ നിന്നും ഇന്നേ വരെ ഈ ഒരു വിഷയത്തിൽ മാതൃകയില്ല എന്ന് നമ്മൾ അറിയണം. ആ സ്വഹാബിയുടെ പേര് നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കിട്ടും. അബു തുഫൈൽ ആമിർ ബിൻ വാസിൽ അൽ കിനാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ലോകത്ത് നിന്ന് അവസാനമായി 100 കൊല്ലം 90 ചില്ലാനും കൊല്ലം കഴിഞ്ഞിട്ടാണ്, അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ടാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതെങ്കിൽ ആ സ്വഹാബിയിൽ നിന്ന് പോലും ഒരു മാതൃകയില്ല എന്നുള്ളതാണ്. അള്ളാന്റെ റസൂൽ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു. അതിൽ മാതൃകയില്ല. പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ കാലശേഷവും ജീവിച്ചു. അവരിൽ മാതൃകയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2.5 കൊല്ലം ഭരണം നടത്തി. അവരിൽ മാതൃകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു 10.5 കൊല്ലം ഭരണം നടത്തി. അതിൽ മാതൃകയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 കൊല്ലം ഭരണം നടത്തി. അതിൽ മാതൃകയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 കൊല്ലം നടത്തി. അതിലുമില്ല. പിന്നെ 300-ന് ശേഷം ഉബൈദിയാക്കൾ എന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ തുടങ്ങി. അത് കഴിഞ്ഞ് ആ 600-ന് ശേഷം, ഹിജ്റ 600-ന് ശേഷം മുളഫർ രാജാവെന്ന സ്വയം ഇച്ഛക്ക് പിന്നാലെ പോയ മനുഷ്യന്മാരും തുടങ്ങി. അതിന്റെ തുടർച്ചക്കാരാവാൻ മുസ്ലിങ്ങളെ കിട്ടില്ല എന്നു തന്നെയാണ് നമ്മൾ ലോകത്തോട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണ് ഒരു മുസ്ലിം അള്ളാന്റെ റസൂലിനെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ മനഃപൂർവ്വമല്ല, അറിവില്ലായ്മ കൊണ്ടാണ്, ഇച്ഛ കൊണ്ടാണ്, അതല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ്, അതല്ല എങ്കിൽ പ്രമാണങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാനും വിട്ടുനിൽക്കേണ്ടിടത്ത് നിന്ന് വിട്ടുനിൽക്കാനും ചേർന്ന് നിൽക്കേണ്ടിടത്ത് ചേർന്ന് നിൽക്കാനും മുൻപേ നേതൃത്വം നൽകേണ്ട വിഷയങ്ങളിൽ നേതൃത്വം നൽകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും തൗഫീഖും ഹിൽമും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വലാ അഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വനുസല്ലിമു അലാ ഖാതമൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പങ്കെടുക്കാതിരുന്നാൽ സ്വർഗത്തിനൊരു തടസ്സമില്ല എന്ന് നമുക്കറിയാവുന്നൊരു വിഷയമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. വിട്ടുനിന്നാൽ സ്വർഗങ്ങൾക്ക് കിട്ടാതെ പോവും എന്ന് ഒരു വിശ്വാസം നമുക്കില്ല. കാരണം നമുക്കതറിയാം അതിൻ്റെ ഒരവസ്ഥ. എന്നാൽ പങ്കെടുത്താലോ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് താനും. വിട്ടുനിന്നാൽ സ്വർഗം നഷ്ടമാകുന്നില്ല. ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് അപകടങ്ങളും ഉണ്ട് എന്നതാണ് നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. കാരണം ഇല്ലാത്തത് കൂടുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബിദ്അത്ത് സംഭവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറിയ രൂപത്തിൽ ബിദ്അത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. നോക്കൂ, നിങ്ങൾ ഇല്ലാത്തൊരു കാര്യം മതത്തിലേക്ക് കയറ്റി വെക്കുമ്പോൾ നമ്മൾ വാദിക്കുന്ന വാദം എന്താണെന്നറിയോ? അള്ളാഹിൻ്റെ റസൂല് കളവ് കാണിച്ചു എന്നാണ്. നഊദു ബില്ലാഹ്. കാരണം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് സ്വർഗത്തേക്ക് പോകാനും നരകത്തുനിന്ന് വിട്ടുക്കാനുള്ള എല്ലാ കാര്യവും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും പുതിയതായി ദീനിക്കാൻ ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ റസൂല് സ്വർഗത്തേക്ക് പോകാനുള്ള ചിലതൊക്കെ വിട്ടിട്ടാണ് പോയത് എന്ന്. അതിനർത്ഥം അള്ളാഹിൻ്റെ റസൂല് കളവ് പറഞ്ഞു എന്നല്ലേ? നഊദു ബില്ലാഹ്. അതുകൊണ്ടൊരു നഷ്ടം വരാനുണ്ട്, അപകടം വരാനുണ്ട്. മാത്രം ഷെറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷെറ് ബിദ്അത്താണ് പഠിപ്പിച്ചത്. മദ്യപിച്ച ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ പറ്റിപ്പോയല്ലോ, പാപാണല്ലോ എന്ന കുറ്റബോധം ഉണ്ടാവും. വ്യഭിചരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും.
ആരെങ്കിലുമൊക്കെ പറ്റിച്ചാലും പലിശയുമായി ബന്ധപ്പെട്ടാലും ഒക്കെ ആ കുറ്റബോധം ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, ബിദ്അത്തിൽ ഏർപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറ്റബോധം ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് കൂലിയിട്ടുന്ന് വിചാരിച്ചിട്ട് അവൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ തിന്മകളെക്കാൾ ഏറെ പിശാച് ഇഷ്ടപ്പെടുന്നതും ആളുകൾ ചെന്ന് ചാടണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നതും ബിദ്അത്തില. കാരണം പശ്ചാത്തപിക്കൂല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, കുറെയൊക്കെ മുമ്പ് നമ്മളും പല ആളുകൾ ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്നു, നമ്മളും സജീവമായിരുന്നു. എന്നിട്ടും അതൊന്ന് പോന്നിട്ടും പലപ്പോഴും അതിന്ന് നമ്മളൊന്ന് തൗബ ചെയ്തിട്ടില്ലല്ലോ. കാരണം എന്താ? അന്ന് അത് വിചാരിച്ച് ചെയ്ത് എന്താ വെച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്തത്. അതുകൊണ്ട് അതൊന്ന് പോരുമ്പോഴും പലപ്പോഴും തൗബ ചെയ്യൂല. മറ്റൊരു അപകടം എന്താണെന്ന് വെച്ചാലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ തൗബ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കൂല എന്ന്. നോക്കിങ്ങള് എന്താ അപകട! അതൊന്ന് വിട്ടു നിന്നാലേ പിന്നെ അള്ളാഹു തൗബ സ്വീകരിക്കുള്ളൂ എന്നതിനേക്കാൾ വലിയ അപകടം വേറെ എന്താണല്ലോ കൂട്ടരെ? നമ്മളെ പാപങ്ങൾ അള്ളാഹിലേക്ക് എടുത്തു പറഞ്ഞാലേ അള്ളാഹ് പുറത്തിരില്ല. കാരണം എന്താ? നമ്മൾ നിൽക്കുന്നത് വേറൊരു പ്ലാറ്റ്ഫോമിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് നല്ല ബിദ്അത്തിലാണ് ഇതുള്ളത് എന്ന് പറയുന്നവരോട് നമ്മൾ പറയേണ്ടത്, ബിദ്അത്തൊക്കെ ചീത്തയാണ്, നല്ലതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിദ്അത്ത് ആവൂല എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിന്റെ ഒരു പ്രശ്നം, ബിദ്അത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മതം ചില ഭാഗങ്ങളിലേക്ക് പരിമിതപ്പെടുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, നമ്മളെ നാട്ടിൽ സജീവമായിട്ട് ഇതൊരു മതമായി കണ്ട് ഇറങ്ങുന്നവർ, അവരുടെ ബാക്കി 12 മാസങ്ങളുടെ അവസ്ഥ എന്താ കൂട്ടരെ? ഈ ഒറ്റ മാസം കൊണ്ട് ഞങ്ങൾ കഴിച്ചിലായി പോകുന്നുള്ള വിശ്വാസമാണ്. അതിനർത്ഥം 12 മാസവും പിൻപറ്റേണ്ട പ്രവാചകനെ 11 മാസം മാറ്റിവെച്ച് 1 മാസത്തിലേക്ക് പരിമിതപ്പെടുത്തുമ്പോഴേ ബിദ്അത്തിന്റെ പ്രശ്നം അതാണ്. ചിലതൊക്കെ അങ്ങനെ പോയിട്ട് ചില ഭാഗത്തേക്ക് മാത്രം പരിമിതപ്പെടും. അതുകൊണ്ട് അങ്ങനെ പരിമിതപ്പെടുത്താനുള്ളതല്ല ഇസ്ലാം എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ചൊല്ലിപ്പറയുന്നതിൽ ശിർക്ക് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഭിന്നത ഉണ്ടാവുന്നു നാട്ടില്. നിങ്ങൾ ആലോചിക്കും, ഇതാണ് ശരിക്ക് സത്യമെന്നറിഞ്ഞിട്ടും നാട്ടില് പലപ്പോഴും ഭിന്നത ഉണ്ടാവണില്ലേ? ഈ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യം ചെയ്യുന്നതിലൂടെ നാട്ടിൽ വലിയൊരു ഭിന്നതയല്ലേ ഉണ്ടാകുന്നത്? മനസ്സുകൾക്കിടയിൽ അകലം സൃഷ്ടിക്കപ്പെടുന്നില്ലേ എന്നുകൂടി നമ്മൾ അറിയുക. പബ്ലിക്കിനെ ബുദ്ധിമുട്ടുന്നതിലും തെറ്റുദ്ധാരണ ഉണ്ടാക്കുന്നതിലും സാമ്പത്തികമായ, അല്ലെങ്കിൽ ആലോചിച്ച് കൂട്ടരെ, അള്ളാന്റെ ദീനിന് ചെലവഴിക്കേണ്ട വലിയ വലിയ തുകകളും വലിയ വലിയ ഊർജങ്ങളും മാൻ പവറുകളും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടി ഒതുക്കി കൂട്ടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അപകടം പലപ്പോഴും നമ്മൾ തന്നെ ഉൾക്കൊള്ളാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓരോ കൊല്ലം കഴിഞ്ഞിങ്ങനെ വരുമ്പോഴും നമ്മളൊന്ന് മനസ്സിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നിങ്ങള് ഒരു തിന്മ കണ്ടാൽ അത് കൈകൊണ്ട് തടുക്കണം. നിങ്ങൾക്കത് കൈകൊണ്ട് തടുക്കാൻ പറ്റിയില്ലേ, നിങ്ങളുടെ നാവ് കൊണ്ട് അതിനെ തടുക്കണം. നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾക്ക് അത് തടുക്കാൻ പറ്റിയില്ലേ, നിങ്ങളെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞെന്താണെന്നറിയോ? ഈ 3 കാര്യങ്ങളിൽ മൂന്നാമത് അത് നിങ്ങളെ ദീനിലെ ഏറ്റവും ദുഅഫായതാണ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ദീനിന്റെ ഏറ്റവും ദുഅഫായ അവസ്ഥയാണ്, ദുർബലമായ ഒരവസ്ഥയാണ് ഞാൻ അതിനോട് വെറുക്കുക എന്നുള്ളത്. എന്നാൽ കൂട്ടരെ, അതിനോടൊരു വെറുപ്പും പ്രകടിപ്പിക്കാത്ത, മനസ്സിൽ പോലും ഒരു വെറുപ്പില്ലാത്ത, നിന്നൊടുക്കുകയും ചേർന്ന് നിന്നൊടുക്കുകയും മുണ്ടാന്നൊടുക്കുകയും ചെയ്യുന്ന ആളെ മാനസികാവസ്ഥയിൽ പിന്നെ എന്താ ദീനിന്റെ അംശം ബാക്കി ഉണ്ടാവോ? ഈമാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? അതുകൊണ്ട് നമ്മൾ നല്ലോണം പഠിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പക്വമായി ഇടപെടാനും മര്യാദയോടുകൂടി സംസാരിക്കാനും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തിരുത്താനും കഴിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തിന്മകളെ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി. സാമ്പത്തികമായി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, കടം വീട്ടിക്കൊണ്ടും രോഗത്തിന് ശിഫ നൽകിക്കൊണ്ടും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, പുണ്യമാക്കപ്പെട്ട യാത്രകൾ നടത്തി തിരിച്ചു വന്ന ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അത് നിലനിർത്താനും അത് സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നീ അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലിൽ നിന്റെ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിന്റെ പുനരുദ്ധാരണങ്ങളും നടക്കുന്നുണ്ട്. അല്ലാഹുവേ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ അതിൽ നിന്നൊരു പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് അതിനുള്ള
അർഹതയും ഈമാനും തൗഫീഖും നീ പ്രദാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.